Hi friends, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മെർജ് ഓവർലാപ്പിംഗ് ഇന്റർവെൽസ് എന്ന് പറയുന്ന പ്രോബ്ലം ആണ്. ഓക്കെ, സോ മെർജ് ഓവർലാപ്പിംഗ് ഇന്റർവെൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ളത് ഇതേപോലെ ഇന്റർവെൽസ് ആയിരിക്കും. ഈ ഇന്റർവെൽസിനൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? ഓവർലാപ്പ് ചെയ്യുന്ന ഇന്റർവെൽസ് ആണെങ്കിൽ മെർജ് ചെയ്യണം. ഓവർലാപ്പ് ചെയ്യുന്ന ഇന്റർവെൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 1-2 ആണ് ഫസ്റ്റ് ഇന്റർവെൽ, 1-5 ആണ് സെക്കൻഡ് ഇന്റർവെൽ. ഇത് തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. കാരണം എന്താ? ഇവിടെ 1-2 എന്ന് പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ, ഓക്കെ, ഇത് 1-2 ആണെങ്കിൽ 1-5 എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? 1നെയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വലിയൊരു സർക്കിൾ ആയിരിക്കും, റൈറ്റ്? സോ ഇങ്ങനെ നമുക്ക് ഇന്റർവെൽസിനെ ഡിഫൈൻ ചെയ്യാം. അതായത് ഇതിനകത്ത് 1 തൊട്ട് 2 വരെയാണ്, ഇതിനകത്ത് 1 തൊട്ട് 5 വരെയാണ്. വിച്ച് മീൻസ് അവിടെ ഈ 1 തൊട്ട് 2 വരെയും 1 തൊട്ട് 5 വരെയുള്ള ഇന്റർവെൽസ് തമ്മിൽ ഒരു ഓവർലാപ്പിംഗ് ഉണ്ട്, റൈറ്റ്? ഇങ്ങനെ ഓവർലാപ്പിംഗ് ഉള്ള ഇന്റർവെൽസിനെയാണ് നമുക്ക് മെർജ് ചെയ്യേണ്ടത്. അപ്പൊ ഇങ്ങനെ 1-2-2-5 എന്ന ഇന്റർവെൽ വന്നു കഴിഞ്ഞാൽ ഇതിനെ മെർജ് ചെയ്തിട്ട് നമ്മൾ എന്താക്കണം? 1-5 എന്ന് പറയുന്ന ഇന്റർവെൽ ഉണ്ടാക്കി മാറ്റണം. ഓക്കെ, സോ അതാണ് നമ്മുടെ പ്രോബ്ലം. ഈ ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 1-2-1-5 നമുക്ക് മെർജ് ചെയ്തിട്ട് 1-5 എന്ന് പറയുന്ന ഒരൊറ്റ ഇന്റർവെൽ ഉണ്ടാക്കാം. 6-7-7-8നെ മെർജ് ചെയ്തിട്ട് നമുക്ക് 6-8 എന്ന് പറഞ്ഞ ഒരൊറ്റ ഇന്റർവെൽ ഉണ്ടാക്കാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ പ്രോബ്ലം. ഇതാണ് നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടത്. Now, ഈ ക്വസ്റ്റ്യനകത്ത് നമുക്ക് എങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം 1-4 ഒരു ഇന്റർവെല്ലും 3-7 വേറെ ഇന്റർവെല്ലും വന്നിരിക്കാം. ഇത് തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ നമുക്ക് ചെക്ക് ചെയ്യാൻ എങ്ങനെയാ? ചെക്ക് ചെയ്യാൻ ഒരു മെത്തേഡ് എന്താ? നമ്മുടെ സെക്കൻഡ് ഇന്റർവെല്ലിലെ ഫസ്റ്റ് ഇന്റർവെല്ലിലെ സെക്കൻഡ് ഡിജിറ്റിനെക്കാട്ടിലും ചെറുതാണെങ്കിൽ അല്ലെങ്കിൽ ഈക്വൽ ആണെങ്കിൽ ഇത് ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ 1-4-3-7 ഇന്റർവെൽ ഓവർലാപ്പ് ചെയ്യുന്നുണ്ട് നമുക്കറിയാം, റൈറ്റ്? 1-4, ഇവിടെയാണ് 3-7 വരുന്നത്. സോ ഇതാണ് ഫസ്റ്റ് ഇന്റർവെൽ, ഇതാണ് സെക്കൻഡ് ഇന്റർവെൽ. ഇത് ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്, റൈറ്റ്? ഇനി 1-4-4-7 ആണെങ്കിലും എന്ത് ചെയ്യും? അത് ഓവർലാപ്പ് ചെയ്യും. കാരണം എന്താ? ഇതായിരിക്കും ഫസ്റ്റ് ഇന്റർവെൽ, ഇതാണ് സെക്കൻഡ് ഇന്റർവെൽ. ഓക്കെ, സോ നമ്മുടെ ലോജിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് ഇന്റർവെല്ലിലത്തെ ഫസ്റ്റ് ഇന്റർവെല്ലിലത്തെ ലാസ്റ്റ് നമ്പറിനായിട്ട് ലെസ് ദാൻ ഓർ ഈക്വൽസ് ടു ആണെങ്കിൽ അത് ഓവർലാപ്പ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഓക്കെ, സോ അതാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. 3 ലെസ് ദാൻ ഓർ ഈക്വൽസ് ടു 4 ആണ്, അതുകൊണ്ട് ഇത് ഓവർലാപ്പിംഗ് ആണ്. ഇനി ഇവിടെയുള്ള നമ്പർ 7 അല്ലെങ്കിൽ 5 ആയിരുന്നുണ്ടെങ്കിൽ അത് ഓവർലാപ്പിംഗ് അല്ല. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ ഈ ഫൈനൽ ഇന്റർവെൽ കണ്ടുപിടിക്കാം എന്ന് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് ഇന്റർവെലത്തെ ഫസ്റ്റ് നമ്പർ തന്നെയായിരിക്കും, റൈറ്റ്? സെക്കൻഡ് നമ്പർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സെക്കൻഡ് നമ്പർ എന്തായിരിക്കും? മാക്സിമം ഓഫ് ഇത് ഇത്. ഓക്കെ, അതെന്തുകൊണ്ടാ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഇന്റർവെൽ 1-8 ആണ് വിചാരിച്ചു. ഓക്കെ, 1-8 ആണ് ഫസ്റ്റ് ഇന്റർവെൽ. സെക്കൻഡ് ഇന്റർവെൽ എന്ന് പറയുന്നത് ഒരു 2-4 ആണ് വിചാരിച്ചു. ഓക്കെ, 2-4. ഇങ്ങനൊരു കേസിൽ സെക്കൻഡ് ഇന്റർവെലിന്റെ ഫസ്റ്റ് വാല്യൂ ഫസ്റ്റ് ഇന്റർവെലിന്റെ ലാസ്റ്റ് വാല്യൂവിനേക്കാളും ചെറുതാണ്. വിച്ച് മീൻസ് ദേ ആർ ഓവർലാപ്പിംഗ്. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ ഫൈനൽ ഇന്റർവെൽ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടേണ്ടത്? 1-8 ആണ് കിട്ടേണ്ടത്, റൈറ്റ്? സോ അതെങ്ങനെ നമുക്ക് കിട്ടും? ഫസ്റ്റ് ഇന്റർവെലിന്റെ ഫസ്റ്റ് വാല്യൂ സെക്കൻഡ് ഇന്റർവെലിന്റെ മാക്സിമം ആണ് നമ്മൾ സെക്കൻഡ് വാല്യൂ ആയിട്ട് എടുക്കുന്നത്. 4ന്റെ 8ന്റെ മാക്സിമം വാല്യൂ 8 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് 1-8 ആണ് മാക്സിമം വാല്യൂ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ഗോട്ട് ഇറ്റ്. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഇൻപുട്ടിനകത്ത് ഈ ഇന്റർവെൽസ് ഒന്നും സോർട്ടഡ് ആയിരിക്കണം നിർബന്ധമില്ല. ഇങ്ങനത്തെ ഒരു ഓർഡറിലായിരിക്കും തന്നിട്ടുണ്ടാവുക. ലൈക്ക് 7-9-1-3-4-6 ഇങ്ങനെ ഒരു രീതിയിലായിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പം ഈ തന്നിരിക്കുന്നത് നമുക്ക് സോർട്ട് ചെയ്യണം. ആ സോർട്ട് ചെയ്യുന്നത് ഈ ഇന്റർവെലിന്റെ ഫസ്റ്റ് പാരാമീറ്ററിന്റെ ബേസ് ചെയ്തിട്ടായിരിക്കണം സോർട്ട് ചെയ്യുന്നത്. അതായത് ഇതിനെ സോർട്ട് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ 1-3-4-8-7-9, അതായത് 1-4-7 ഈ 3 നമ്പേഴ്സും സോർട്ടഡ് ഓർഡറിലാണ്. സെക്കൻഡ് നമ്പറിനെ പറ്റി നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താ? നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിനാണ് നമ്മുടെ ഇന്റർവെലിന് പ്രാധാന്യം, റൈറ്റ്? ഈ ഇന്റർവെലിനേക്കാളും പുറകിൽ വരുന്നതിനെ പറ്റി നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല സെക്കൻഡ് വാല്യൂ. സോ ഫസ്റ്റ് ഇന്റർവെലിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എപ്പോഴും സെക്കൻഡ് ഇന്റർവെലിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിനെക്കാട്ടിലും പുറകിലായിരിക്കും എന്നുള്ള ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പ്രോബ്ലം ബേസിക്കലി കംപ്ലീറ്റ് ആയി. എങ്ങനെ നമുക്ക് ജാവയിലെ ഒരു സ്പെസിഫിക് പാരാമീറ്ററിനെ ബേസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു ഇന്റർവെൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്റ്റാർട്ടിംഗ് വാല്യൂനെ ബേസ് ചെയ്തിട്ട് എങ്ങനെ സോർട്ട് ചെയ്യാം എന്നുള്ളത് കോഡ് വെച്ച് കാണിച്ചു തരാം. ഓക്കെ, സോ നമുക്ക് കോഡിലേക്ക് കിടക്കാം. അപ്പൊ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇനീഷ്യലി നമുക്കൊരു അറേ ലിസ്റ്റ് ഓഫ് ഇന്റർവെൽസ് തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യണം? ഈ അറേ ലിസ്റ്റ് ഓഫ് ഇന്റർവെൽസിനെ റിട്ടേൺ ചെയ്യണം. ഓക്കെ, ഈ അറേ ലിസ്റ്റ് ഓഫ് ഇന്റർവെൽസിനെ മെർജ് ചെയ്തിട്ട് റിട്ടേൺ ചെയ്യണം. സോ ഞാൻ ഇന്റർവെൽസിനെ ഐന്ന് ചേഞ്ച് ചെയ്യാണ്. ഇനി ഇന്റർവെൽസ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും അതൊരു ക്ലാസ് ആണ്. ആ ക്ലാസ്സിനകത്ത് എന്തൊക്കെയുണ്ട്? സ്റ്റാർട്ട് എന്ന് പറഞ്ഞ വേരിയബിൾ ഉണ്ട്, എൻഡ് എന്ന് പറഞ്ഞ വേരിയബിൾ ഉണ്ട്, പിന്നെ ഒരു കൺസ്ട്രക്ടർ, 2 കൺസ്ട്രക്ടർ ഉണ്ട്. അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നോക്കിയാൽ മതി.
സ്റ്റാർട്ടും എൻഡും ഉണ്ട്. ഓക്കെ, ഈ സ്റ്റാർട്ടിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് സോർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എങ്ങനെ സോർട്ട് ചെയ്യാൻ നോക്കാം. ആദ്യം നമ്മൾ കളക്ഷൻസ് ഡോട്ട് സോർട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ് യൂസ് ചെയ്യുക അറേസിനെ സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ഐനെ സോർട്ട് ചെയ്യണം ആൻഡ് ഒരു പാരാമീറ്റർ കൂടെ നമ്മൾ പാസ് ചെയ്യണം. ഓക്കെ, സോ എ കൊമ ബി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് പാസ് ചെയ്യാണ്. ഈ ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കമ്പയർ ചെയ്യാണ്. ഓക്കെ, ഇന്റജർ ഡോട്ട് കമ്പയർ എന്തിനെ കമ്പയർ ചെയ്യും? ഫസ്റ്റ് വാല്യൂ. സോ ഇത് നമ്മൾ എയിലും ബിയിലുള്ള രണ്ട്, അതായത് ഈ ഐ എന്ന് പറഞ്ഞ ഇന്റർവെൽസിന്റെ വാല്യൂ ഇങ്ങനെയാണെന്ന് വിചാരിച്ചു. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഐ എന്ന് പറയുന്നത് 1 3 4 7 2 5 ഇങ്ങനെ വിചാരിച്ചു. അപ്പൊ ഈ ഒരു കേസിൽ നമ്മൾ സോർട്ട് ചെയ്യുമ്പോൾ എ കൊമ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് രണ്ട് കമ്പയർ ചെയ്യുന്ന രണ്ട് വാല്യൂസിനെയാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഈ ഇന്റർവെൽ എന്ന് പറയുന്ന അനാലിസിന്റെ ഉള്ളിൽ ഇതാണ് ഫസ്റ്റ് കമ്പയർ ചെയ്യുന്ന വാല്യൂ, ഇതാണ് സെക്കൻഡ് കമ്പയർ ചെയ്യുന്ന വാല്യൂ. ഓക്കെ, എയും ബിയും. ഈ എക്കും ബിക്കും ഒരു സ്റ്റാർട്ടും ഉണ്ട്, ഒരു എൻഡും ഉണ്ട്. റൈറ്റ്, നമുക്ക് എന്റെ സ്റ്റാർട്ടിനെ വെച്ചിട്ട് ബിന്റെ സ്റ്റാർട്ടിനെയാണ് കമ്പയർ ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? കമ്പയറിന്റെ ഉള്ളിൽ എ ഡോട്ട് സ്റ്റാർട്ട് കോമ ബി ഡോട്ട് സ്റ്റാർട്ട്. ഓക്കെ, എ ഡോട്ട് സ്റ്റാർട്ട് കോമ ബി ഡോട്ട് സ്റ്റാർട്ട്. ഇത് ഈ സ്റ്റാർട്ടിന്റെ വാല്യൂനെ ബേസ് ചെയ്തിട്ടാണ് ഇത് കംപ്ലീറ്റ്ലി അറേനെ സോർട്ട് ചെയ്യുക, ഐ മീൻ അറേ ലിസ്റ്റിനെ സോർട്ട് ചെയ്യുക. ഓക്കെ, ഇപ്പൊ സോർട്ട് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് ഇതേ സാധനത്തിന്റെ സോർട്ടഡ് വേർഷൻ ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, സോ സോർട്ടഡ് വേർഷൻ എന്ന് പറയുമ്പോൾ 1 3 ആണ് ഫസ്റ്റ് വരിക, പിന്നെ 2 5 വരും. റൈറ്റ്, 2 5 വരും, പിന്നെ 4 7 വരും. ഓക്കെ, ഇനി ആയിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? മെർജ് ചെയ്യണം. അത് വളരെ ഈസിയാണ്. നമുക്ക് എന്ത് ചെയ്താൽ മതി? സിമ്പിൾ ആയിട്ട് നമുക്ക് ഫസ്റ്റ് വാല്യൂനെയും സെക്കൻഡ് വാല്യൂനെയും കൺസിഡർ ചെയ്യാം. എന്നിട്ട് തമ്മിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. എങ്ങനെ? സെക്കൻഡ് എലമെന്റിന്റെ ഫസ്റ്റ് വാല്യൂ ഫസ്റ്റ് എലമെന്റിന്റെ സെക്കൻഡ് വാല്യൂവിനെക്കാട്ടിലും ചെറുതാണെങ്കിൽ നമ്മൾ മെർജ് ചെയ്യും. ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ജസ്റ്റ് ഐനെ ഇൻക്രിമെന്റ് ചെയ്യും. മെർജ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫസ്റ്റത്തെ എലമെന്റ് സെക്കൻഡ്, അതായത് ഇതിന്റെ എൻഡിങ് ഇൻഡെക്സ് നമ്മൾ ഈ രണ്ടെണ്ണത്തിന്റെ മാക്സിമം വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും. ഇപ്പൊ ഈ ഒരു കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 3നെ 5 വെച്ച് റീപ്ലേസ് ചെയ്യും. എന്നിട്ട് ഇതിനെ നമ്മളോട് റിമൂവ് ചെയ്ത് കളയും. ഓക്കെ, വീണ്ടും നമ്മുടെ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ അതിനെ റിമൂവ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഐനെ ഇൻക്രിമെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഞാൻ കോഡ് എഴുതി കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. സോ ഞാൻ ആദ്യം ഒരു വേരിയബിൾ എടുക്കുകയാണ്, ഇന്റ് ഐ ഈക്വൽസ് ടു 0. ഓക്കെ, 0 ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. വൈൽ ഐ ലെസ് ദാൻ ഐ ഡോട്ട് സൈസ് -1. ഓക്കെ, കാരണം നമ്മൾ ഫസ്റ്റത്തിനെ സെക്കൻഡത്തിനെ കമ്പയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എൻഡ് വരെ പോകേണ്ട ആവശ്യമില്ല, എൻഡ് -1 വരെ പോയാൽ മതി. ഓക്കെ, ആൻഡ് ദെൻ ഇൻസൈഡ് ഹിയർ ഞാൻ ഒരു ഇന്റർവെൽ എന്ന് പറയുന്ന വേരിയബിളിൽ രണ്ടെണ്ണത്തിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പോകുന്നു. ഇന്റർവെൽ എ ഈസ് ഈക്വൽസ് ടു ഐ ഡോട്ട് ഗെറ്റ് ഓഫ് ഐ ആൻഡ് interval b is equals to I dot get of I plus 1. Okay, so ഈ രണ്ടെണ്ണത്തിന് ഞാൻ എയിലും ബിയിലായിട്ട് സ്റ്റോർ ചെയ്തു. ഓക്കെ, ഇനി എനിക്ക് എന്ത് ചെയ്താൽ മതി? സിമ്പിൾ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്താൽ മതി. ഇഫ് b dot start is less than or equals to a dot end, എ ഡോട്ട് എൻഡിനെക്കാട്ടും ലെസ് ദാൻ ഓർ ഈക്വൽസ് ടു ആണ് ബി ഡോട്ട് സ്റ്റാർട്ട് എന്നുണ്ടെങ്കിൽ ഇത് മെർജ് ചെയ്യണം. റൈറ്റ്, സോ മെർജ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആസ് എ ഡോട്ട് എൻഡ് ഈസ് ഈക്വൽസ് ടു മാത്ത് ഡോട്ട് മാക്സ് ഓഫ് എ ഡോട്ട് എൻഡ് കോമ ബി ഡോട്ട് എൻഡ്. ഓക്കെ, ഈ രണ്ടെണ്ണത്തിനകത്തുള്ള മാക്സിമം വാല്യൂനെ ഞാൻ എ ഡോട്ട് എൻഡിനകത്തേക്ക് സ്റ്റോർ ചെയ്തു. ഓക്കെ, ഇനി എനിക്ക് എന്ത് ചെയ്യണം? I plus 1നെ റിമൂവ് ചെയ്യണം. ഓക്കെ, സോ ഞാൻ ഐ ഡോട്ട് റിമൂവ് ഓഫ് ഐ പ്ലസ് 1. ഓക്കെ, ഐ പ്ലസ് 1നെ റിമൂവ് ചെയ്യും. ഐനെ ഇൻക്രിമെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇത് തമ്മിൽ മെർജ് ചെയ്യാൻ പറ്റുന്നില്ല, അതായത് ഇത് തമ്മിൽ ഓവർലാപ്പിംഗ് അല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം? ഐനെ ജസ്റ്റ് ഇൻക്രിമെന്റ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ പരിപാടി. ഓക്കെ, സോ ഫൈനലി എനിക്ക് എന്ത് റിട്ടേൺ ചെയ്യാം? ഐ ക്യാൻ റിട്ടേൺ ഐനെ ഞാൻ ജസ്റ്റ് റിട്ടേൺ ചെയ്ത് കൊടുക്കണം. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം.
ഓക്കെ, നമ്മുടെ ഔട്ട്പുട്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് സബ്മിറ്റ് ചെയ്ത് നോക്കാം. ഞാൻ കോഡ് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം, പേടിക്കണ്ട. ഓക്കെ, സബ്മിറ്റ് ആവുന്നുണ്ട്. യെസ്, കറക്റ്റ്. ഓക്കെ, സോ നമ്മുടെ പ്രോഗ്രാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. സോ നമ്മൾ ഈ പ്രോഗ്രാമിൽ ചെയ്ത ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് ഇനീഷ്യലി നമ്മളൊരു സോർട്ടിങ് ചെയ്തു. അതിന് കളക്ഷൻസ് ഡോട്ട് സോർട്ട് എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തു. അതിനകത്തേക്ക് അറേ ലിസ്റ്റിനെ പാസ് ചെയ്തു. നമുക്ക് ഒരു ലാംഡ ഫംഗ്ഷൻ ഉപയോഗിച്ചു ഇവിടെ. ഓക്കെ, സോ ഈ ലാംഡ ഫംഗ്ഷൻ നോക്കി കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. എ കൊമ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കമ്പയർ ചെയ്യുന്ന രണ്ട് വാല്യൂസ്, അതായത് ഇതും ഇതുമായിരിക്കും നമ്മൾ കമ്പയർ ചെയ്യുന്നത്, എ കൊമ ബി. ഓക്കെ, അതിനകത്തുള്ള ഫസ്റ്റ് എലമെന്റിനെ വെച്ചിട്ടാണ് നമുക്ക് കമ്പയർ ചെയ്യേണ്ടത്. അതിനാണ് ഞാൻ ഇൻഡിജർ ഡോട്ട് കമ്പയറിനകത്തേക്ക് എ ഡോട്ട് സ്റ്റാർട്ടിനെ ബി ഡോട്ട് സ്റ്റാർട്ടിനെ പാസ് ചെയ്തത്. ഓക്കെ, സോ അതായത് ഫസ്റ്റത്തെ എലമെന്റിനെ ബേസ് ചെയ്തിട്ട് ഈ അറേനെ കംപ്ലീറ്റ്ലി സോർട്ട് ചെയ്യും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു പോയിന്റർ എടുത്തു ഐ എന്ന് പറഞ്ഞിട്ട്. ആ ഐ എന്ന് പറഞ്ഞ പോയിന്റർ ഐ ഡോട്ട് സൈസിന്റെ എൻഡ് -1 വരെ പോകണം. കാരണം നമ്മൾ ഓരോ തവണ കമ്പയർ ചെയ്യുമ്പോഴും ഐനെയും i+1 കമ്പയർ ചെയ്യുന്നത്. സോ ഫൈനലി നമ്മൾ എൻഡിലെത്തുന്ന സമയത്ത് i+1 എന്ന് പറയുന്നത് എൻഡിന് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സൈസ് -1 വരെയാണ് കമ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, സോ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ജസ്റ്റ് ഒരു ഇന്റർവെൽ എന്ന് പറയുന്ന വേരിയബിളിനെ ക്രിയേറ്റ് ചെയ്തു. അത് നമ്മുടെ ക്ലാസ് ആണ്. ഓക്കെ, ഈ ക്ലാസ്സിലുള്ള ഒരു ഒബ്ജക്റ്റിനെ ഞാൻ ക്രിയേറ്റ് ചെയ്തു എ എന്ന് പറഞ്ഞിട്ട്. അതിന് ഞാൻ ഐ ഡോട്ട് ഗെറ്റ്, അതായത് ഐക്കകത്തുള്ള ഫസ്റ്റ് എലമെന്റിനെ ഇതിനകത്തേക്ക് സ്റ്റോർ ചെയ്തു. ഇനി i+1 എലമെന്റിനെ ബിക്കകത്തേക്ക് സ്റ്റോർ ചെയ്തു. എന്നിട്ട് ഇത് തമ്മിൽ കമ്പയർ ചെയ്തു. ബി ഡോട്ട് സ്റ്റാർട്ട് <= എൻഡ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഇതിനകത്തേക്ക് മാക്സിമം വാല്യൂ സ്റ്റോർ ചെയ്യും. എക്കകത്തേക്ക് മാക്സിമം വാല്യൂ സ്റ്റോർ ചെയ്യും. ഇപ്പൊ ഈ കേസിലാണെങ്കിൽ ഇവിടെ 7 വരും. എന്നിട്ട് ഇതിനെ ഞാൻ റിമൂവ് ചെയ്ത് കളയും. ഓക്കെ, ഈ സമയത്ത് എന്റെ ഐ എന്ന് പറയുന്നത് ഇൻക്രിമെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താ, ഇവിടെ ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് കമ്പയർ ചെയ്യേണ്ട ഇത് വന്നിട്ടുണ്ടാവും. ഓക്കെ, റൈറ്റ്. സോ ഇനി ഇത് തമ്മിൽ മെർജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇവിടെ 8 ആയിരുന്നുണ്ടെങ്കിൽ ഇവിടെ 8ഉം 16ഉം ആണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ജസ്റ്റ് ഐനെ ഇൻക്രിമെന്റ് ചെയ്യും. ഓക്കെ, സോ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. ഫൈനലി ഞാൻ ഐനെ റിട്ടേൺ ചെയ്യും. ഇങ്ങനെയാണ് എന്റെ പ്രോഗ്രാം വരുന്നത്. ഓക്കെ, സോ പ്രോഗ്രാം എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. ഇത് മെർജ് ഓവർലാപ്പിംഗ് ഇന്റർവെൽസ് എന്ന് പറയുന്ന ഇന്റർവ്യൂ ബിറ്റിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്വസ്റ്റ്യന്റെ ലിങ്കും കോഡും ഒക്കെ ഞാൻ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. സോ യു ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, so bye.